നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പാചകവാതകത്തിന്റെ KYC മുതൽ റേഷൻ കാർഡ് പരിശോധന വരെ, ഓണം കിറ്റ് മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ മാറ്റം വരെ, അതുപോലെ PM കിസാൻ മുതൽ കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് വരെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇവയിൽ ചിലത് നേരിട്ട് ഉപഭോക്താക്കളെ ബാധിക്കുന്ന നടപടികളാണ്, ചിലത് സർക്കാർ നടപ്പിലാക്കുന്ന പരിശോധനകളാണ്, മറ്റു ചില കാര്യങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം വരാനിരിക്കുന്നതുമാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് LPG ഉപയോഗിക്കുന്നവർ, റേഷൻ കാർഡ് ഉടമകൾ, പെൻഷൻ വാങ്ങുന്നവർ, PM കിസാൻ ഗുണഭോക്താക്കൾ, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്നിവർ വിവരം ശ്രദ്ധിച്ച് കേൾക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം പാചകവാതക ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. LPG കണക്ഷനുമായി ബന്ധപ്പെട്ട KYC നടപടികൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുകയാണ്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആധാർ ഉൾപ്പെടെയുള്ള രേഖകളുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ട സമയമാണിത്. നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഓഗസ്റ്റ് 15, 2026 KYC പൂർത്തിയാക്കണമെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. KYC പൂർത്തിയാക്കിയില്ലെങ്കിൽ എല്ലാവരുടെയും ഗ്യാസ് കണക്ഷൻ ഉടൻ റദ്ദാക്കുമെന്ന് അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ സബ്സിഡി, വില ആനുകൂല്യം, ഉപഭോക്തൃ വിവരങ്ങളുടെ സ്ഥിരീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. KYC വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ കണക്ഷനിലെ പേര്, ആധാർ വിവരങ്ങൾ, മൊബൈൽ നമ്പർ, കണക്ഷൻ വിവരങ്ങൾ എന്നിവ ശരിയാണോ എന്ന് പരിശോധിക്കുക. ആവശ്യമായാൽ നിങ്ങളുടെ ബന്ധപ്പെട്ട LPG വിതരണക്കാരെയോ ഔദ്യോഗിക സംവിധാനങ്ങളെയോ സമീപിച്ച് KYC പൂർത്തിയാക്കുക. ഓഗസ്റ്റ് 15 സംബന്ധിച്ച് അറിയിപ്പ് നിങ്ങളുടെ ഗ്യാസ് കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കാതിരിക്കുക. അതേസമയം വാട്സപ്പ് സന്ദേശങ്ങളിലോ പരിചയമില്ലാത്ത ഫോൺ കോളുകളിലോ വരുന്ന KYC ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത്. OTP, ആധാർ വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവ അനാവശ്യമായി ആരോടും പങ്കുവെക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട വിഷയം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ മുൻഗണന വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളുടെ അർഹത പരിശോധിക്കുന്ന നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. അർഹതയില്ലാത്തവർ മുൻഗണനാ റേഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി വിവിധ സർക്കാർ ഡാറ്റകൾ തമ്മിൽ പരിശോധിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഇതിൽ വരുമാന നികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങളും പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. AI അടിസ്ഥാനത്തിലുള്ള ഡാറ്റ പരിശോധന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 86,000-ലധികം അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. റേഷൻ കാർഡ് ഉടമകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വരുമാന നികുതി റിട്ടേൺ സമർപ്പിച്ചു എന്ന ഒറ്റ കാരണത്തിൽ എല്ലാവരുടെയും കാർഡ് റദ്ദാക്കണമെന്ന് അർത്ഥമില്ല. റേഷൻ കാർഡിന്റെ അർഹത നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷമാണ് അന്തിമ നടപടികൾ ഉണ്ടാവുക. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിൽ യാഥാർത്ഥ വരുമാനം, ജോലി, സ്വത്ത്, മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് പരിശോധനയിൽ പ്രശ്നമുണ്ടാവും. അർഹതയില്ലാത്ത ആനുകൂല്യം ലഭിക്കുന്നവർ സ്വമേധയാ വിവരങ്ങൾ തിരുത്തുന്നത് സുരക്ഷിതമായ വഴിയാണ്. അതേസമയം യാഥാർത്ഥ്യത്തിൽ അർഹരായിട്ടും പരിശോധനയിൽ തെറ്റായി ഉൾപ്പെട്ടവർക്ക് ആവശ്യമായ രേഖകൾ സമയബന്ധിതമായ അധികാരികളെ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി ഓണം അടുത്തെത്തുന്നതിനാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയത്തിലേക്ക് വരാം. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്ന സൗജന്യ ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുകയാണ്, അതായത് നാളെ മുതൽ. അതുകൊണ്ട് AY മഞ്ഞ വിഭാഗത്തിലുള്ള റേഷൻ ഗുണഭോക്താക്കൾ റേഷൻ കടയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കിറ്റ് വിതരണം ആരംഭിക്കുന്ന തീയതി, ലഭ്യത, കടയിലെ വിതരണ ക്രമം തുടങ്ങിയ കാര്യങ്ങൾ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതിനാൽ ആദ്യ ദിവസം തന്നെ എല്ലാവരും ഒരുമിച്ച് കടയിൽ എത്തുന്നതിനു പകരം റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് സാധനങ്ങൾ വാങ്ങുന്നത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങളുടെ പട്ടികയും അളവും സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം മാത്രമേ വീഡിയോയിൽ കൃത്യമായ പട്ടിക പറയാനാവൂ. കാരണം അവസാന നിമിഷം പട്ടികയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത വാർത്തയിലേക്ക്. അതുപോലെ തന്നെ ഓണത്തിന് മുന്നോടിയായി വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ വിവിധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 8 മുതൽ
അതായത് ഇന്നലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ മെഗാ ഓണം ഫെയറുകളും വിപണന മേളകളും സംഘടിപ്പിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം സാധാരണക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ താരതമ്യേന കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ്. ഓണം കാലത്ത് പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ വില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സമയത്ത് സർക്കാർ നിയന്ത്രിത വിപണന കേന്ദ്രങ്ങൾ വഴി സാധനങ്ങൾ വാങ്ങുന്നത് കുടുംബ ബജറ്റിന് സഹായകമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും സർക്കാർ നടത്തുന്ന ഓണം വിപണികൾ എവിടെയാണെന്ന് പരിശോധിക്കുക. ഇനി അടുത്ത കാര്യമാണ്, ഇനി കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച രീതിയിൽ മാറ്റം വരുത്താനുള്ള സർക്കാർ തീരുമാനം വലിയ ചർച്ചയായിരിക്കുകയാണ്. മുൻപ് സഹകരണ സ്ഥാപനങ്ങൾ വഴി ചില ഗുണഭോക്താക്കൾക്ക് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പ്രായമായവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ, ബാങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നിവർക്ക് ഈ സംവിധാനം വളരെ വലിയ സഹായമായിരുന്നു. എന്നാൽ ഇപ്പോൾ പെൻഷൻ വിതരണം കൂടുതൽ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് തുക DBT സംവിധാനത്തിലൂടെയാണ് എത്തുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ് അതിന്റെ പേര്. അതായത് സർക്കാർ അനുവദിക്കുന്ന തുക ഇനി ഇടനിലക്കാരില്ലാതെ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന സംവിധാനമാണ് ഇത്. ഇതിലൂടെ ഇടപാട് കൂടുതൽ സുതാര്യമാക്കുക, അതുപോലെ വിതരണം വേഗത്തിലാക്കുക, ഭരണ ചെലവ് കുറയ്ക്കുക, ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യും? ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർ അക്കൗണ്ടുകൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ടും പേരും ആധാറും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം തിരുത്തേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം പരിശോധിക്കേണ്ടതുമാണ്. ഇനി അടുത്ത കാര്യമാണ്, പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് പരിശോധിക്കുക. ആധാർ ലിങ്കേജ് ശരിയാണോ? DBT ലഭിക്കാൻ അക്കൗണ്ട് പ്രവർത്തനക്ഷമമാണോ? മൊബൈൽ നമ്പർ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പേര് ശരിയാണോ? ഇവയെല്ലാം പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം പണം അനുവദിച്ചിട്ടും അക്കൗണ്ടിലേക്ക് പണം എത്താത്തത് പ്രശ്നമാവും ഇതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ. പ്രത്യേകിച്ച് പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കളുടെ കുടുംബങ്ങൾ ഈ കാര്യത്തിൽ സഹായിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓണം അടുത്തിരിക്കുന്നതിനാൽ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള ചർച്ച ശക്തമാവുകയാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കുന്നതായ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അന്തിമ തീരുമാനം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ അത് ഉറപ്പായ വാർത്തയായി പറയാൻ സാധിക്കില്ല. സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ കൃത്യമായ തുക, മാസങ്ങളിൽ എത്ര പെൻഷൻ ലഭിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 2 മാസത്തെ പെൻഷൻ ഉറപ്പെന്ന തരത്തിൽ വാട്സപ്പ് വാർത്തകൾ, യൂട്യൂബ് വാർത്തകൾ കണ്ടാൽ വിശ്വസിക്കരുത്. ഔദ്യോഗിക അറിയിപ്പ് വന്നതിന് ശേഷമേ നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി യുവാക്കളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയമാണ്, കണക്ട് ടു വർക്ക് പോലുള്ള തൊഴിൽ കേന്ദ്രീകൃത സഹായ പദ്ധതികൾ വഴി യോഗ്യരായവർക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം ലഭിക്കുന്ന പദ്ധതികൾക്ക് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. 1000 രൂപയുടെ സ്കോളർഷിപ്പ് കണക്ട് ടു വർക്ക് പദ്ധതി അപേക്ഷിക്കുന്നവർ യോഗ്യതാ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, തൊഴിൽ സ്ഥിതി, കുടുംബ വരുമാനം തുടങ്ങിയ നിബന്ധനകൾ ഉണ്ടെങ്കിൽ അവ പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം പദ്ധതിക്ക് അപേക്ഷിക്കാൻ. ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ തിരിച്ച് പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായേക്കാം. ഇനി സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പോലുള്ള സ്റ്റാറ്റസ് ട്രാക്കിംഗ് സംബന്ധിച്ച മാറ്റങ്ങൾ ചിലർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോർട്ടലിൽ സ്റ്റാറ്റസ് കാണുന്നതിൽ മാറ്റമുണ്ടായതും പുതിയ തീരുമാനങ്ങൾ സംബന്ധിച്ച വ്യക്തത കുറവുമാണ് ഇപ്പോൾ ചർച്ചയിൽ. കാരണം പോർട്ടലിൽ സ്റ്റാറ്റസ് കാണാത്തത് മാത്രം പദ്ധതി റദ്ദാക്കിയെന്ന് തെളിവാവില്ല. അതുകൊണ്ട് ഗുണഭോക്താക്കൾ ഔദ്യോഗിക അറിയിപ്പ് വരുന്നതുവരെ കാത്തിരിക്കുകയും തങ്ങളുടെ അപേക്ഷ സ്ഥിതി പരിശോധിക്കുകയും ചെയ്യുക. ഇനി കർഷകർക്ക് വലിയ പ്രധാനപ്പെട്ട വിവരമാണ്, PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കർഷകർ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. KYC പൂർത്തിയാക്കാത്തത് ഭാവിയിലെ ആനുകൂല്യം വിതരണത്തിൽ തടസ്സമാകാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ഈ നടപടി അവഗണിക്കരുത്. ആവശ്യമായ സേവനം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ കോമൺ സർവീസ് സെന്ററിലൂടെയോ നിങ്ങൾക്ക് പൂർത്തിയാക്കാം. കർഷകർക്ക് മറ്റൊരു പ്രധാന വിഷയം അഗ്രിസ്റ്റാക്ക്, ഫാമേഴ്സ് ID എന്നിവയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട സർക്കാർ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റുന്നതിനാൽ കർഷകരുടെ ഡിജിറ്റൽ രേഖകൾ ശരിയാക്കേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് PM കിസാൻ മാത്രം നോക്കാതെ ഫാമേഴ്സ് ID, ഭൂമി സംബന്ധിച്ച രേഖകൾ, ആധാർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇനി ഓഗസ്റ്റ് മാസ റേഷൻ വിതരണം മുൻഗണന വിഭാഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻഗണന കാർഡ് ഉടമകൾക്ക് അവരുടെ സാധാരണ റേഷൻ വിഹിതം
ബന്ധപ്പെട്ട റേഷൻ കടയിൽ നിന്ന് വാങ്ങാം. നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓഗസ്റ്റ് 10 ശേഷം പ്രത്യേക അരി ഉൾപ്പെടെയുള്ള അധിക വിഹിതവുമായി ബന്ധപ്പെട്ട റേഷൻ വിതരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റേഷൻ കടയിൽ അറിയിപ്പ് ശ്രദ്ധിക്കുക. എല്ലാ റേഷൻ കാർഡ് വിഭാഗത്തിലും ഒരേ സാധനം ഒരേ അളവ് എന്നില്ല. കാർഡിന്റെ വിഭാഗം അനുസരിച്ച് ലഭിക്കുന്ന വിഹിതത്തിൽ വ്യത്യാസമുണ്ടാവും. നിങ്ങളുടെ കാർഡ് വിഭാഗവും ഔദ്യോഗിക അലോട്ട്മെന്റും പരിശോധിക്കുക. ഇനി കുട്ടികളുടെ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ ആധാർ വിവരങ്ങൾ സമയബന്ധിതമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ബയോമെട്രിക് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. പലരും ഇത് മറന്നുപോകുന്ന കാര്യമാണ്. പിന്നീട് സ്കോളർഷിപ്പ് അപേക്ഷ, വിദ്യാഭ്യാസ രേഖകൾ, സർക്കാർ സേവനങ്ങൾ, മത്സര പരീക്ഷകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ആധാർ വെരിഫിക്കേഷൻ ആവശ്യമായി വരുമ്പോൾ പഴയ ബയോമെട്രിക് വിവരങ്ങൾ കാരണം സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുട്ടികളുടെ ആധാർ കാർഡ് വീട്ടിൽ സൂക്ഷിച്ചു ഇരുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയായി എന്ന് കരുതരുത്. ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ആവശ്യമായ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രായമായോ എന്നും പരിശോധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ബന്ധപ്പെട്ട ഔദ്യോഗിക ആധാർ സേവന കേന്ദ്രങ്ങളിലൂടെയോ ആവശ്യമായ അപ്ഡേറ്റ് നടത്താം. അപ്പോൾ ഈ വാർത്ത ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.